സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണ് കേരള സെറ്റിലെ പേപ്പർ വണ്ണിന്റെ അകത്ത് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ സിലബസിന്റെ ഡിസ്കഷനാണ് നടത്തിയത്. എന്നാൽ ഇപ്പോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പേപ്പർ വണ്ണിന്റെ അകത്ത് തന്നെ നിങ്ങളുടെ സിലബസിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാരണമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് നമുക്ക് സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകാൻ വേണ്ടിയാട്ടോ. അതിൽ ജനറൽ സ്റ്റഡീസിന്റെ സിലബസ് നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഭാഗമാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ ജനറൽ സ്റ്റഡീസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഈ ജനറൽ സ്റ്റഡീസിൽ പറയുന്ന വസ്തുക്കളുടെ ടോപ്പിക്കുകളുടെ സബ്ജക്റ്റുകളുടെ ഒരു കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു വർഷം ഐ എം സെയിങ് ദാറ്റ് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ നടക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അതായത് നിങ്ങൾ 2024 അല്ലെങ്കിൽ 2025 അല്ലെങ്കിൽ 2026 എക്സാം ചെയ്തെന്ന് വിചാരിക്കുക. 2025 ജാനുവരിയിലാണ് നിങ്ങൾ എക്സാം ചെയ്തെങ്കിൽ 2024 കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കുക. അതേ സമയത്ത് 2025 ജൂണിന് ശേഷം ജൂലൈയിലേക്കാണ് ചിലപ്പോൾ എക്സാംസ് വരിക. അപ്പൊ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 25 മുതൽക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പഠിച്ചാൽ മതി. പക്ഷെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം? നമ്മൾ അന്തം വിട്ടിട്ട് കുറെ പഠിക്കാൻ നിൽക്കരുത്. ദർ ഷുഡ് ബി വൺ സ്ട്രാറ്റജി ഫോർ us. ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് നമ്മൾ സിലബസിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിലബസിലൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 3 ആയിട്ട് നിങ്ങളുടെ ജനറൽ സ്റ്റഡീസിൽ തന്നിട്ടുണ്ട്. അതിൽ കണ്ടോ ഒന്ന് ടെക്നോളജി, റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജികൾ, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, പുതിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നതാണ് ലേറ്റസ്റ്റ് ടെക്നോളജികൾ എന്ന് പറയുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമാണ്. ഏത് രാജ്യത്ത് ആര് കണ്ടെത്തി, ഏത് കമ്പനി കണ്ടെത്തി, എന്താണത്, അങ്ങനെ പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചില മോഡൽ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ കണ്ടോ 8 മൊഡ്യൂൾസ് ഉണ്ട്. നമ്മൾ ജനറൽ സ്റ്റഡീസിൽ 4 മൊഡ്യൂൾസാണ് പറഞ്ഞത്. കറണ്ട് അഫയേഴ്സിൽ 8 മൊഡ്യൂൾ ഉണ്ട്. രണ്ടാമതുണ്ടോ എൻവയോൺമെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ഇത് ആദ്യം ബേസിക്സ് പഠിക്കണം, എന്നിട്ട് വേണം ഇതിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ പറയുന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷൻ തുടങ്ങിയിട്ടുള്ള ചില കൺവെൻഷനുകളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോഴാണ് 2023, 24, 25 എന്ത് നടന്നു നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ദാറ്റ് വിൽ ബി അവൈലബിൾ ഇൻ അവർ ആപ്ലിക്കേഷൻ. നമ്മുടെ ആപ്ലിക്കേഷനിൽ കോഴ്സസിന്റെ ഭാഗമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യും. UN ഗ്ലോബൽ അഫയേഴ്സും. അപ്പൊ UN എന്താണെന്നുള്ള ബേസിക്സ് ആദ്യം അറിഞ്ഞിരിക്കണം, എന്നിട്ടാണ് അതിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർച്ച്, സ്കോളർഷിപ്പ്, ന്യൂ ഇനീഷ്യേറ്റീവ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ് ആൻഡ് റീസണൽ ലെജിസ്ലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇത് 2015-16 സമയത്താണ് സെറ്റിന്റെ സിലബസ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. RTIയും RTEയും, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇതൊക്കെ അതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവന്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്സ്, ഇത് കുറച്ച് ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് പക്ക ചോദിക്കാറുണ്ട്, സ്പോർട്സും ഗെയിംസും ചോദിക്കാറുണ്ട്. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവന്റ്സ്, പേഴ്സൺസ്, അവാർഡ്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ലാസ്റ്റ് കൾച്ചറാണ്. ഫിലിം, ലിറ്ററേച്ചർ, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സും ചോദിക്കാറുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം ലാസ്റ്റ് ഒരു 1 ഇയറിൽ നടന്നിട്ടുള്ള ടോപ്പിക് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ചില PYQs മോഡൽ മാത്രം ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കിക്കുക നിങ്ങൾ, 2018 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡിസംബർ 2018. അപ്പൊ ഡിസംബർ 2018 ആകുമ്പോൾ 2019 നടന്ന എക്സാമിനേഷൻ ആണ്. ISR സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇന്ത്യസ് ഹെവിയസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇൻ സ്പേസ്. എന്താ അതിന്റെ പേര്? അപ്പൊ കണ്ടോ, റീസെന്റ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് ISRO ആണ്. പിന്നെ 2018 ഇൻഫോസിസ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഹയസ്റ്റ് മോണിറ്ററി അവാർഡ്സ് ഇൻ ഇന്ത്യ ടു റെക്കഗ്നൈസ് റിസർച്ച്. അപ്പൊ ഒരു അവാർഡിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നുണ്ട്. ഡോക്ടർ SK സതീഷിന് കേരളത്തിൽ ജനിച്ച അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതിന്റെ ഏരിയ ഓഫ് റിസർച്ച് എന്തായിരുന്നു? 2018 ചോദ്യം തന്നെ. 2018 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് വിരാട് കോഹ്ലിക്കാണെങ്കിൽ മറ്റു വ്യക്തി ആരായിരുന്നു? അപ്പൊ സ്പോർട്സിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ല റീസെന്റ് അവാർഡുകൾ ചോദിക്കുന്നുണ്ട്, ഇസ്രോയെ പോലുള്ള പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും നിങ്ങൾ, സർ ഇത് 2018, 19 ക്വസ്റ്റ്യൻ അല്ലേ എന്ന് കരുതിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സെയിം ട്രെൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ്. അത് റിപ്പീറ്റ് ചെയ്യും. കാരണം ഇതൊക്കെ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്കുകൾ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയാണ് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഡോണ്ട് വറി, അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളുടെ സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ കോഴ്സിൽ
നിങ്ങൾക്കറിയാം ജസ്റ്റ് 999 അല്ലേ കോഴ്സിന്റെ ഫീ ഒക്കെ വരുന്നുള്ളൂ. അതിനകത്ത് ഇതെല്ലാം അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അതിൽ കറണ്ട് അഫയേഴ്സിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ യൂട്യൂബ് വഴി ഡിസ്കഷൻ ആയിരിക്കും നടത്തുന്നത്. അതേ സമയത്ത് കറണ്ട് അഫയേഴ്സിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൾവേസ് ചെയ്യേണ്ടത് ഈ 2 ഫോൾഡർ നോക്കുക, പേപ്പർ 1 ക്ലാസ്സസ്, PYQ ഡിസ്കഷൻ സീരീസ് എന്നുള്ളത്. PYQ ഡിസ്കഷൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ കോർ ആയിട്ടുള്ള ചില ക്ലാസ്സസ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് എല്ലാ സിലബസിന്റെ എല്ലാം 100% അടിച്ചു പെറുക്കി കവർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയും കാര്യങ്ങളെല്ലാം കവറപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ബൈ ദിസ് ഹോപ്പ് യു ഗൈസ് ഓൾസോ ഗോട്ട് സം വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയ റിഗാർഡിങ് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് സിലബസ് വരുന്നത്, അത് എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ അബൌട്ട് ദിസ് ടോപ്പിക്.